മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കവരത്തി വിശേഷങ്ങളാണ്. അപ്പോൾ നേരം വെളുത്തു. ബാക്കിയുള്ളത് നമുക്ക് പതുക്കെ പതുക്കെ വീഡിയോസിൽ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ഇഡ്ഡലി, ചമ്മന്തി, പുഴുങ്ങിയ മുട്ട, ബ്രെഡ്, പിന്നെ കോൺഫ്ലെക്സ്, പാല്, ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. നീ 2 മുട്ട എടുത്തിട്ടുണ്ടോ? കൊള്ളാലോ. കപ്പലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. നല്ല കടും നീല കടൽ കേട്ടാ. കാണാൻ രസമെന്നറിയോ. ദേ കാണുന്നതായിട്ട് നമ്മൾ കവരത്തി ഐലൻഡ്. ലൈറ്റ് ഹൗസ് എല്ലാവരും കണ്ടു കാണും. നമ്മുടെ പൃഥ്വിരാജിൻ്റെ അനാർക്കലി പടത്തിൽ അവർ കയറിയിരിക്കുന്ന ലൈറ്റ് ഹൗസാണ് കാണുന്നത്. നമ്മൾ എത്തിയിട്ടില്ല. എന്നാൽ ദൂരത്തിൽ നിന്ന് ഞങ്ങൾ സൂം ചെയ്ത് എടുത്തതെന്ന് മാത്രം. ലൈറ്റ് ഹൗസ് കാണുന്നു. നമ്മൾ കവരത്തി എത്താനായിട്ട് കടലിൻ്റെ കളറ് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ കരത്തും തോറും ഇങ്ങനെ കളർ ഇങ്ങനെ മാറി 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 വരും. അടുത്തടുത്ത് വരുമ്പോൾ ലൈറ്റ് ഹൗസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫുള്ള് തെങ്ങാണ്. തെങ്ങിൻ്റെ അയിര് കളി.
നമുക്ക് ഇറങ്ങാനുള്ള കോണിയാണ് ഇത്. ക്രെയിനിലൊക്കെയാണ് കൊടുന്ന് വെക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പതുക്കെ പതുക്കെ കൊടുന്ന് വെക്കുന്നുണ്ട്. വീഡിയോ കുറച്ച് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൈസായിട്ട് ഫാസ്റ്റാക്കിയിട്ട് കാണിക്കുന്നു. കോണ് കണക്റ്റ് ആക്കുന്നു. അപ്പോൾ കണക്റ്റാവും, അപ്പോൾ കണക്റ്റാവും. യെസ്, അതവിടെ ലോക്ക് ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ, ലോക്ക് ചെയ്തിരിക്കുന്നു. കടലിൻ്റെ വെള്ളമൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ, അടിത്തട്ട് വരെ കാണാം നമുക്ക്. എന്ത് രസമെന്ന് പറയാൻ കാണാൻ. അതായത് അങ്ങ് നോക്കുമ്പോൾ ഇവിടെ ലൈറ്റ് ഹൗസ് കാണാം. ഇവിടെ നമുക്ക് കുട്ടി ബസ്സൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ വണ്ടിയൊന്നും കിട്ടില്ല. വന്നിട്ട് ഓട്ടോറിക്ഷയും കാറിലൊക്കെ ആയിട്ടാണ് നമ്മൾ റിസോർട്ടിൽ കൊണ്ടുപോകാൻ. അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടി. ഓട്ടോറിക്ഷയിൽ 2 പേരെ വെച്ചിട്ട് അവർ കയറ്റുന്നുള്ളൂ. അപ്പം ഞാനും ബ്രദർ നൈസായിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറി. അപ്പോൾ നേരെ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നോ? നമ്മൾ ഈ ജാക്കറ്റ് എവിടെയും കൊണ്ട് കളയാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് റിട്ടേൺ പോണവരെ നമ്മുടെ കൂടെ വന്നു. അപ്പോൾ ഓപ്ഷൻ ഇരിക്കുമ്പോൾ നമ്മൾ നൈസായിട്ട് അത് ഇട്ടിട്ടൊക്കെ നടന്നതാണ്. മെസ്സേജൊക്കെ വന്നു കേട്ടോ. അപ്പോൾ റേഞ്ച് കിട്ടിയിട്ടുണ്ട് നൈസായിട്ട്. നമ്മൾ റിസോർട്ടിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ നമ്മുടെ ഐലൻഡിൻ്റെ റിസോർട്ടിലേക്ക് എത്തി. പാരഡൈസ് ഐലൻഡ് ഹട്ട് കവരത്തി. അങ്ങോട്ട് നടക്കുന്ന നല്ല സുഖം. പഞ്ചസാര മണ്ണിൽ നമ്മൾ കാണും. I love കവരത്തി. കടലൊക്കെ കാണാൻ എന്താ രസമുണ്ടോ. കളറിങ്ങനെ കെട്ട കെട്ടാർന്ന് കെട്ടിക്കാണ്.
ഫസ്റ്റ് കോംപ്ലിമെൻ്ററി ഗ്ലാസ് ബോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നടക്കുന്നു. ഇപ്പോഴത്തെ ഗ്ലാസ് ബോട്ടിലേക്ക് കയറുകയാണ്. വേണ്ട താഴത്തൊക്കെ ഫുള്ള് ഗ്ലാസ്സാണ്. നമുക്ക് താഴത്തേക്ക് നല്ല ക്ലിയറായിട്ട് കാണാം. അവധി ആദ്യം പോയിട്ട് നൈസായിട്ട് സീറ്റ് പിടിച്ചു സെൻറ്ററിൽ തന്നെ. ഇപ്പം നമ്മൾ കുറച്ച് ഉൾക്കടലിലേക്കായിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. കാരണം കോറൽസ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ, മീനൊക്കെയുള്ള സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയിലൊക്കെ നല്ല പച്ച കളറിൽ കടൽ കാണാട്ടാ. നല്ല രസമുണ്ട് കാണാൻ. അതേ കോറൽസ്, കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ പല കളറിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് വീഡിയോയിൽ ഒന്നും ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും നേരത്തെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കറുപ്പ് കണത്തിൽ കാണുന്ന ഡ്രസ്സ് ബോട്ടും സ്ലോ ആയിട്ട് നൈസായിട്ട് ഗോപ്രോ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കിയതാണ്. എന്തൊക്കെ കാണുന്നത് കിട്ടുന്നതെന്ന് അറിയില്ല. എന്നാലും പതുക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ എന്നും എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും.
അവിടെയൊക്കെ കോറലും മറ്റേ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് കൃഷി ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് ഗ്രില്ലിങ്ങാണ് കോറൽസ് ഒക്കെ കിടക്കുന്നത്. ഒരു മീൻ പോണു. कितना बड़ा था। ബോട്ടിലെ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് മീൻ കാണുമ്പോൾ. നമ്മുടെ മനസ്സിലും കിട്ടുന്ന സുഖത്തിനായിട്ടും ഓരോക്കെ അവരുടെ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. വെറൈറ്റി വരഞ്ഞൊക്കെ നമ്മുടെ വീട്ടിൽ കാണുമ്പോൾ എന്താ രസം. ചാടി പിടിക്കാൻ തോന്നുന്നുണ്ട്. ഈ 15-20 മിനിറ്റിലുണ്ടാവും പരിപാടി. ലാസ്റ്റ് ബോട്ട്
നമുക്ക് അത്യാവശ്യം കാണാൻ ആസ്വദിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. തികച്ചും കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഉച്ചത്തെ ഫുഡ് നല്ല ചോറ്, മീൻ വറുത്തത്, ചിക്കൻ കറി, പരിപ്പ്, പപ്പടം, കൂടി നല്ല വെറൈറ്റി ഫുഡ്. അപ്പോൾ ഫുഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാനുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കണം. എന്തായാലും ബാക്കിയുള്ള നമുക്ക് പതുക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നൈസായിട്ട് ഞാൻ ഫുഡ് അടിക്കട്ടെ. അപ്പോൾ see you.